കാലാണ് അവർ ആയുധം എന്ന് പറയുന്നത്. കാലുകൊണ്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അടിക്കുന്നത് അവിടെ പൊട്ടണതാണ് പതിവ്. അടയിരുന്ന് വിരിയിക്കുന്നതും പൂവൻ ആൺ എമുവാണ്. 1000 മുതൽ 1500 രൂപ വരെ ഇതിൻ്റെ എഗ്ഗിന് വിലയുണ്ട്. ഇത് നല്ല വിലയുള്ളതാണ്. ഏകദേശം 8000 രൂപ മുതൽ 10,000 രൂപ വരെ മാർക്കറ്റിൽ ഇപ്പോഴും നിലവിൽ വിലയുള്ളതാണ്. ഇതിന് വിലയെന്ന് പറഞ്ഞാൽ ഏകദേശം 8000 രൂപ വിലയുണ്ട്. പെയറിന് 8000 രൂപ വില നിലവിലുണ്ട്. ഒരു പെയറിന് 5000 രൂപ വരെ വിലയുള്ള ഗിനിയാണ്. പാമ്പിനെയൊക്കെ അവർ വളരെ വേഗത്തിൽ തന്നെ കീഴടക്കും. 300 രൂപ മുതൽ നോർമൽ ഗിനി, 350 രൂപ ലാവണ്ടർ ഗിനി, ഇങ്ങനെ പല രീതിയിലുള്ള വിലയ്ക്കുള്ള 300 രൂപ മുതൽ മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. വൈറ്റ് ഗിനിയുണ്ട്. ഇത് യമുവാണ്. യമുവിനെ നമുക്ക് സാധാരണ വീടുകളിലെല്ലാം വളർത്താൻ പറ്റുന്ന ഒരു പക്ഷിയാണ്. പക്ഷി വിഭാഗത്തിൽ വരുന്ന ഇതാണ്. ഇതിന് വലിയ ഭക്ഷണ ചിലവൊന്നുമില്ല. ഇതിനെല്ലാം അത്യാവശ്യം തീറ്റ കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് ധാരാളം കൊടുക്കാൻ പറ്റും. പച്ചിലാൾ കൊടുക്കാൻ പറ്റും. അക്രമകാരികളല്ല. തിളങ്ങുന്ന വസ്തുക്കളെ കൊത്തുന്ന ഒരു ശീലം ഉണ്ടെങ്കിലും ഇവരാരും അക്രമകാരികളല്ല. ഇവരെ യമുവിനെ പിടിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് യമു പിടിക്കുക. യമുവിൻ്റെ കാലാണ് അവർ ആയുധം എന്ന് പറയുന്നത്. കാലുകൊണ്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ദേഹത്ത് അടി കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാല് എവിടെയാണ് അടിക്കുന്നത് അവിടെ പൊട്ടണതാണ് പതിവ്. അതാണ് യമുവിൻ്റെ. ഇതിപ്പം 7 മാസം പ്രായമുള്ള യമുവാണ്. മെയിൽ യമുവാണിത്. 7 മാസം പ്രായമുള്ള. ഇത് സാധാരണക്കാർക്ക് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന അത്ര ചിലവൊന്നുമില്ല. ഇവർ എത്ര ഭക്ഷണം 1 കിലോ ഭക്ഷണം കഴിച്ചാൽ ഏകദേശം 400 ഗ്രാം വെയിറ്റ് എൻ്റെ ശരീരത്തിലേക്ക് വരുമെന്നുള്ളതാണ് അവരെ കണക്കൂട്ടലെന്ന് പറയുന്നത്. അക്രമകാരികളല്ല. തിളങ്ങുന്ന വസ്തുക്കളെ കൊത്തുന്ന ഒരു പതിവുണ്ട്, അല്ലാതെ അക്രമകാരികളല്ല. ഒരുപാട് സ്ഥലം വേണം അതിനെ വളർത്താൻ. അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങൾ വേണം. ഇവരെ തുറന്നു വിട്ട് വളർത്താൻ പറ്റണം. ഏകദേശം 6 അടിയോളം ഉയരം വേണം. ഇവർ പറക്കുകയില്ല, ഓടും. ഏകദേശം 40 മുതൽ 50 കിലോമീറ്റർ സ്പീഡ് വരെ 1 മണിക്കൂറിൽ ഓടും. വളരെ വേഗത്തിൽ ഓടും. ഇതിൻ്റെ മുട്ടയ്ക്ക് 1500 രൂപ വിലയുണ്ടെന്നൊക്കെ പറയുന്നുള്ളൂ. 1000 മുതൽ 1500 രൂപ വരെ ഇതിൻ്റെ എഗ്ഗിന് വിലയുണ്ട്. ഔഷധ ഗുണമുള്ള മുട്ടയാണ് ഇതിൻ്റെ മുട്ട എന്ന് പറയുന്നത്. ഔഷധ ഗുണമുള്ള മുട്ടയാണ്. പച്ച കളറാണ്. പച്ച കളറാണ് ഇതിൻ്റെ മുട്ട എന്ന് പറയുന്നത്. പച്ച കളറാണ്. ഒരു വർഷം എത്ര മുട്ട കിട്ടും? ഒരു വർഷം 15 മുട്ട വരെ കിട്ടും. 10 മുതൽ 15 മുട്ട വരെ കിട്ടും. ഇതിന് 58 ദിവസം വേണം. ഇത് വിരിയാൻ കരുതി 58 ദിവസം വേണം. ലോകത്തിലെ 2ാമത്തെ പക്ഷിയാണ് യമു എന്ന് പറയുന്നത്. ലോകത്തിലെ 2ാമത്തെ പക്ഷിയാണ് യമു എന്ന് പറയുന്നത്. വലിപ്പത്തിൽ 2ാമത്തെ പക്ഷിയാണ്. ധാരാളം വെള്ളം അവർക്ക് ആവശ്യമുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളർത്താൻ പറ്റുന്നതാണ്. നമ്മുടെ കയ്യിൽ ഈ വർഷം ഏകദേശം 63 യമു നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 യമു നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. സെയിലിനായിട്ടുള്ളതാണ്. 2 ഫീമെയിലും 1 മെയിലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളതാണിത്. ധൈര്യമായിട്ട് വളർത്താൻ പറ്റും. അതായത് വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ, ഇത്രയും പ്രായം ഉണ്ടെങ്കിലും അവർ ചാടുക, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പം 7-7.5 മാസം പ്രായമുള്ളതാണ്. ഇത് പൂർണ്ണ വളർച്ച എത്താൻ കരുതി 2.5 വയസ്സ് ആവണം. എഗ്ഗ് ചെയ്ത് തുടങ്ങാൻ കരുതി 2.5 വയസ്സ് തുടങ്ങണം. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് എഗ്ഗ് ചെയ്യണത്. ഇതിൻ്റെ എഗ്ഗ് വിരിയാൻ കരുതി 58 ദിവസമാണ് ഇതിൻ്റെ എഗ്ഗ് വിരിയാൻ കരുതി. ഇത് സാധാരണയായിട്ട് പൂവൻ യമുവാണ് ഇത് അടയിരിക്കുന്നത്. പൂവൻ അടയിരുന്ന് മുട്ടയിട്ട് ആൺ യമുവാണ് ഇത് മുട്ട വിരിയിക്കുന്നത്. മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫീമെയിൽ യമുവിൻ്റെ പിട യമുവിൻ്റെ ജോലി കഴിഞ്ഞു. അവർ പിന്നെ മുട്ടയൊന്നും നോക്കാറില്ല. മുട്ടയെ സംരക്ഷിക്കുന്നതും അടയിരുന്ന് വിരിയിക്കുന്നതും ആൺ യമുവാണ്. അവർ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. 58 ദിവസവും അടയിരുന്ന് ആണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. പിന്നെ ഇവരെ പ്രധാനമായിട്ട് നമ്മൾ പിടിക്കുമ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവരെ കാലാണ് ഇവരെ ആയുധം എന്ന് പറയുന്നത്. ഈ കാലുകൊണ്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു പതിവുണ്ട്. അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയുള്ളത്. ഇത് പർപ്പിൾ ഗിനിയാണ്. ഇത് പ്രധാനമായിട്ട് അലങ്കാരത്തിന് വളർത്തുന്നതാണ്. ഇത് നമ്മുടെ ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിലൊക്കെ അപൂർവം ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഈ പർപ്പിൾ ഗിനിയുള്ളൂ. കാണാൻ വളരെ ഭംഗിയും നല്ല രീതിയിലുള്ള കാണാൻ ഭംഗിയുള്ള ഇനമാണ് റോയൽ. ഇതും പ്രശ്നക്കാരൊന്നുമല്ല. വളരെ നല്ല ടേംഡാണ്. ഇവർക്ക് കൊടുക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ഇതിപ്പോൾ 8 മാസം പ്രായമുള്ളതാണ്. ഇവർക്ക് കൊടുക്കുന്നത് ലെയർ മാഷ് കൊടുക്കാറുണ്ട്. അതോടൊപ്പം ഇവർക്ക് ഫുഡ് വേസ്റ്റ്, അതുപോലെ നമ്മുടെ പച്ചില, ഇതെല്ലാം ഇതിന് കൊടുക്കാറുണ്ട്. ഇത് വളരെ അപൂർവം ആൾക്കാരിൽ കാണുന്ന ഒരു ടൈപ്പാണിത്, പർപ്പിൾ ഗിനി. നല്ല വിലപിടിപ്പുണ്ട്. ഇത് ഏകദേശം ഒരു പെയറിന് 5000 രൂപ വരെ വിലയുള്ള ഗിനിയാണിത്. ഇത് കോറൽ റോയൽ ബ്ലൂ എന്ന് പറയുന്ന ബ്രീഡാണിത്. ഇത് വളരെ അപൂർവം ആൾക്കാരുടെ കയ്യിലാണ് ഇതുള്ളത്. ഇതുമായിട്ട് സാമ്യമുള്ള ഒരു ബ്രീഡാണ് ലാവണ്ടർ എന്ന് പറയുന്ന ഗിനി. ലാവണ്ടറും ഇതുമായിട്ട് സാമ്യമുള്ളതാണ്. ഇത് കോറൽ റോയൽ ബ്ലൂ എന്ന് പറയുന്ന ബ്രീഡാണിത്. ഇത് സെയിലിനിട്ടിരിക്കുന്നതാണ്. ഇത് ഒരു മെയിലും 2 ഫീമെയിലും സെയിലിനായിട്ട് ഉണ്ട്. ഇത് അലങ്കാരത്തിലാണ് പ്രധാനമായിട്ട് വളർത്തുന്നത്. റിസോർട്ടുകളിലും മറ്റ് അലങ്കാര സ്ഥാപനങ്ങൾ ഉള്ള അക്വേറിയം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടാറുണ്ട്. ഇതിന് വിലയെന്ന് പറഞ്ഞാൽ ഏകദേശം 8000 രൂപ വിലയുണ്ട്. പെയറിന് 8000 രൂപ വില നിലവിലുണ്ട്.
ഇത് വളരെ അപൂർവ ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഈ കോറൽ റോയൽ ബ്ലൂ ഉള്ളൂ. ഇത് ബോർബോൺ ഗിനിയാണ്. ഫുഡെല്ലാം സാധാരണ ഗിനിക്ക് കൊടുക്കുന്ന ഫുഡാണ്. പക്ഷേ കാഴ്ചയിൽ ഇത് കാണാനെല്ലാം നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ചിറക് ചെറുതായിട്ട് വെട്ടിയിട്ടുണ്ട്, ഒരു പറക്കണതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വിലയുള്ളതാണ്. ഏകദേശം 8,000 രൂപ മുതൽ 10,000 രൂപ വരെ മാർക്കറ്റിൽ ഇപ്പോഴും നിലവിൽ വിലയുള്ളതാണ്. ഇത് വളരെ അപൂർവം ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഈ ടൈപ്പ് ഗിനികളുള്ളൂ. ഇത് ഭംഗിക്ക് വളർത്തുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ഗിനികളെല്ലാം നമ്മളുമായിട്ട് നല്ല ടൈംഡാണ്. എല്ലാവരും വലിയ പ്രശ്നക്കാരൊന്നുമല്ല. ഒതുങ്ങിക്കൂടുന്ന ഒരു വിഭാഗമാണ് ഗിനി എന്ന് പറയുന്നത്. ആരെയും ഉപദ്രവിക്കാറില്ല. പക്ഷേ ഇഴജന്തുക്കൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവർ അക്രമസക്തരാകും. പെട്ടെന്ന് തന്നെ അതിനെല്ലാം ഫൈറ്റിലൂടെ അതിനെല്ലാം കീഴടക്കുന്നതാണ് ഗിനികളെ. പാമ്പിനെയൊക്കെ അവർ വളരെ വേഗത്തിൽ തന്നെ കീഴടക്കും. ഗിനിയുടെ ധാരാളം കുഞ്ഞുങ്ങൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട്. ഇത് നോർമൽ ഗിനിയാണ്. നോർമൽ ഗിനിയുണ്ട്, ലാവൻഡർ ഗിനിയുണ്ട്, വൈറ്റ് ഗിനിയുണ്ട്. ഇത് സാധാരണ നമ്മുടെ വീടുകളിലെല്ലാം നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. ഇവർക്ക് വലിയ ആഹാര ചിലവൊന്നുമില്ല. അതുപോലെ ഒരു വരുമാന മാർഗ്ഗമാണ്. ഇനി 9 മാസമാകുമ്പോൾ എഗ്ഗയും അതിൻ്റെ മുട്ടയ്ക്ക് നല്ല വിലയുണ്ട്, ഔഷധ ഗുണമുണ്ട്. അതുപോലെ ഇവർ മീറ്റ് പർപ്പസിന് അത്യാവശ്യം നന്നായിട്ടുള്ള മീറ്റാണ് ഇതിൻ്റെത്. വീടുകളിലെല്ലാം നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. സാധാരണ ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് വളർത്താൻ പറ്റും. കോഴിയുടെ കൂടെയൊക്കെ ഇത് തുറന്നു വിട്ടെല്ലാം വളർത്താൻ പറ്റും. നമ്മുടെ വീടുകളിലെല്ലാം കോഴിയുടെ കൂടെയൊക്കെ 2-3 ഗിനിയെല്ലാം വളർത്തുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അവർക്ക് അവർ സുരക്ഷിതമായിരിക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ പാമ്പുകളും അതുപോലുള്ള ജീവികളെല്ലാം കുട്ടികളെ ആക്രമിക്കുന്നു, വീടുകളിലെല്ലാം ആക്രമിക്കുന്നു എന്നുള്ള പരാതികളും പ്രശ്നങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഗിനി വളർത്തുന്നതിലൂടെ അതൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ കയ്യിൽ 2.5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണുള്ളത്. 300 രൂപ മുതൽ നോർമൽ ഗിനി, 350 രൂപ ലാവൻഡർ ഗിനി, ഇങ്ങനെ പല രീതിയിലുള്ള വിലയ്ക്കുള്ള 300 രൂപ മുതൽ മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. വൈറ്റ് ഗിനിയുണ്ട്. നമ്മുടെ കൂടുകളെല്ലാം ഹൈടെക് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവരെ ഈ കാഷ്ടങ്ങളെല്ലാം താഴെ പോകുന്ന രീതിയിലാണ് ഈ കൂടുകളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇവർക്ക് അതുകൊണ്ട് ഒരു അസുഖങ്ങളൊന്നും വരാറില്ല. ഇവർക്ക് ഫുഡ് ഇട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അകത്ത് വെള്ളം ക്രമീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് അസുഖങ്ങളൊന്നും വരാറില്ല. ഈ കൂടുകളെല്ലാം ഈ രീതിയിലാണ് നമ്മൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്.